രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരായാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും ജനങ്ങൾ നോക്കിക്കാണുന്നത്. പോലീസിന്റെ കൺവെട്ടം എപ്പോഴും സേഫ് ആണെന്നാണ് പണ്ട് മുതൽ ആളുകളുടെ വിശ്വാസം. ഇനി പോലീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പൊതുക്രമം നിലനിർത്തുന്നതിനും ഉത്തരവാദിയായ ഒരു സംസ്ഥാനത്തിന്റെ സിവിൽ സേന, ഇതാണ് പോലീസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ അർത്ഥത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സേനയ്ക്കകത്ത് നടക്കാറുണ്ടെന്നുള്ളത് പകൽ പോലെ സത്യമാണ്. രാജ്യത്തെ പോലീസ് കസ്റ്റഡി മരണങ്ങളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിട്ട് വെക്കേണ്ടതാണെന്നതാണ് മറ്റൊരു സത്യം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് രാജ്യത്തെ കസ്റ്റഡി മരണങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് കസ്റ്റഡി മരണങ്ങളിലെ വൻ വർധനവാണ് ഈ റിപ്പോർട്ടുകൾ തുറന്നു കാട്ടുന്നത്. ഈ വർഷം ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് 170 പോലീസ് കസ്റ്റഡി മരണങ്ങളാണെന്നുള്ളതും ഭീതി കൂട്ടുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണങ്ങൾ ബീഹാറിലാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഈ ലിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്ത് മൊത്തം റിപ്പോർട്ട് ചെയ്തത് 140 കസ്റ്റഡി മരണങ്ങളാണെന്നാണ് വിവരം. എന്നാൽ ഈ വർഷം 84 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഈ കണക്കും ബഹുദൂരം പിന്നിട്ടിരിക്കുകയാണ്. ആകെ 19 കസ്റ്റഡി മരണങ്ങളാണ് ബീഹാറിൽ മാത്രം നടന്നത്. കൂടാതെ ബീഹാറിന് പിന്നിൽ രാജസ്ഥാനിൽ 18ഉം ഉത്തർപ്രദേശിൽ 15ഉമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലേക്കൊന്ന് നോക്കിയാൽ തമിഴ്നാട്ടിൽ 7ഉം തെലങ്കാനയിൽ 5ഉം കേരളത്തിൽ 3ഉമാണ് കസ്റ്റഡി മരണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പുറകോട്ടൊന്ന് പോയാൽ 2021 കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ രാജ്യത്ത് 1888 കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ അതേ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 26 പോലീസുകാർ മാത്രമാണ്. കൂടാതെ NRCBയുടെ രേഖകൾ കാണിക്കുന്നത് കസ്റ്റഡി മരണത്തിൽ ഏറ്റവും അധികം പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടത് 2006 ആണെന്നാണ്. ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇക്കാലയളവിൽ 893 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ 358 ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും എന്നാൽ 26 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടതെന്നാണ് ഔദ്യോഗിക വിവരം. 2001-2020 കാലഘട്ടത്തിലെ NCRB CBI റിപ്പോർട്ടുകളിലാണ് ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 2021-22 കാലയളവിൽ 176 മരണങ്ങൾ, 2022-23 കാലയളവിൽ 163, 2023-24 157 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 4 വർഷങ്ങളിലെ കണക്കുകൾ. ഈ കണക്കുകളും ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ കസ്റ്റഡി മരണങ്ങളിൽ ഉണ്ടാവുന്ന വൻ വർധനവ് കാണാൻ സാധിക്കുന്നതാണ്. മുൻ വർഷങ്ങളിലേക്കാൾ ഈ വർഷം ഉണ്ടായ വർധനവ് വലിയൊരു മനുഷ്യാവകാശ ലംഘനമായി തന്നെ വിലയിരുത്താം. കൂടാതെ ഇത് പോലീസിന്റെയും ജയിൽ അധികൃതരുടെയും സുരക്ഷാ വീഴ്ചകളിലേക്കും നിയമവിരുദ്ധ പീഡനങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പോലീസ് നിയമത്തിന്റെയും ജനങ്ങളുടെയും കാവൽക്കാരനാണ്. 2026 തുടങ്ങിയിട്ട് 3 മാസങ്ങൾ മാത്രം പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും മുന്നിൽ നിൽക്കുന്നത് 9 മാസങ്ങളാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസുകാർ തന്നെ ജീവൻ എടുക്കുമ്പോൾ എവിടെയാണ് സംരക്ഷണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.